പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള അനേകം പദങ്ങളുണ്ട്. നിത്യജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്ന അനേകം പദങ്ങൾ. അതിൽ കുറേയൊക്കെ പരിചയപ്പെടുത്തുക എന്നതാണ് തുടർന്ന് വരുന്ന ഈ വീഡിയോകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, മത്സര പരീക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന പദങ്ങളാണ് എംപതി, സിംപതി, ആപ്പതി, ആൻറ്റിപ്പതി എന്നീ 4 വാക്കുകൾ. ആദ്യം പറഞ്ഞ 2 വാക്കുകളുടെ എതിർ പദങ്ങളായി വരുന്നതാണ് പിന്നീട് പറഞ്ഞ 3ഉം 4ഉം പറഞ്ഞ വാക്കുകൾ. എന്താണ് എംപതി? എംപതി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളത്തിലെ തന്മയീഭാവം എന്ന വാക്കാണ് മനസ്സിലേക്ക് ഓടിക്കയറി വരുന്നത്. തന്മയീഭാവം എന്ന് പറഞ്ഞാൽ സമാന ഹൃദയത്വം അഥവാ താതാത്മ്യം പ്രാപിക്കൽ, പരദുഃഖത്തെ സ്വദുഃഖമായി അനുഭവപ്പെടൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത്, ഐ ആം ഹിയർ ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. അതാണ് ഏറ്റവും ഹ്രസ്വമായ അർത്ഥവത്തായ ഒരു ഇംഗ്ലീഷ് നിർവചനം. ഉദാഹരണത്തിന്, റൈറ്റേഴ്സ് ഇമാജിനേറ്റീവ് എംപതി വിത്ത് ഹിസ് സബ്ജക്റ്റ്. The empathy between the 2 women was obvious. ഇനി ഈ എംപതി എന്ന വാക്കിന് കുറച്ചുകൂടി വിപുലമായ ഒരു നിർവചനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത്, the ability to share someone else's feelings or experiences by imagining what it would be like to be in their situation എന്നാണ്. അപ്പോൾ മനസ്സിലാക്കുക, സിംപതിയിൽ നിന്നും സന്ദർഭം കൊണ്ട് ഈ വാക്ക് വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ് അഥവാ വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഇതുപോലെയുള്ള വാക്കുകളുമായി തുടർന്നും വീഡിയോകളിലൂടെ ഞാൻ വരും. ഇംഗ്ലീഷിൻ്റെ ജെംസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് അവർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോകളുമായി ഞാൻ വരും. ഒരു സംശയവും വേണ്ട, അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ, നഷ്ടം വരില്ല. നമസ്കാരം.